ഹായ് എല്ലാ കൂട്ടുകാർക്കും സന വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 മോഡൽ ഹൈക്രോസിലെ VX ഓപ്ഷണൽ വേരിയന്റ് ആണ്. ഹൈക്രോസിൽ ഏറ്റവും കൂടുതൽ ഇറങ്ങുന്നതും ഏറ്റവും ബുക്കിംഗ് ഉള്ളതുമായിട്ടുള്ള ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആണ് ഈ VX ഓപ്ഷണൽ വേരിയന്റ്. അപ്പോൾ ഈ വേരിയന്റിൽ എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, എത്രയാണ് ഇതിന്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ്, റീസെന്റ് നമ്മൾ റിവ്യൂ ചെയ്ത ക്രിസ്റ്റ എടുക്കണോ അതോ ഈ VX ഓപ്ഷൻ ഹൈക്രോസ് എടുക്കണോ, ഡീറ്റെയിൽഡ് ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2026 മോഡൽ ഹൈക്രോസ് ഹൈബ്രിഡിലെ മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് വിളിക്കാവുന്ന VX ഓപ്ഷണൽ വേരിയന്റ് ആണിത്. ഹൈക്രോസ് ഹൈബ്രിഡിൽ നമുക്ക് 4 വേരിയന്റുകളാണ് കൊടുത്തിരിക്കുന്നത്: VX ഓപ്ഷണൽ, ZX ഓപ്ഷണൽ. പെട്രോളിലേക്ക് വന്നു കഴിഞ്ഞാൽ പെട്രോളിൽ നമുക്ക് 3 വേരിയന്റുകൾ വരുന്നുണ്ട്. G വേരിയന്റ് ടാക്സി സെഗ്മെന്റിൽ വരുന്നതാണ്. പിന്നെ GX വരുന്നുണ്ട്, GX ഓപ്ഷണൽ എന്ന് പറഞ്ഞ് ഒരു വേരിയന്റ് വരുന്നുണ്ട്. അങ്ങനെ 3 വേരിയന്റുകളാണ് നമുക്ക് പെട്രോളിൽ കൊടുത്തിരിക്കുന്നത്. ശരിക്കും ഈ ഒരു വേരിയന്റ്, ഈ VX വേരിയന്റ് അല്ലെങ്കിൽ VX ഓപ്ഷണൽ വേരിയന്റ് ഒക്കെ ശരിക്കും കോമ്പീറ്റ് ചെയ്യുന്നത് നമ്മൾ റീസെന്റ് റിവ്യൂ ചെയ്ത ടൊയോട്ടയുടെ തന്നെ ഇന്നോവയുടെ ടോപ്പ് എൻഡുമായിട്ടാണ്. ഇന്നോവയുടെ ടോപ്പ് എൻഡുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനമാണ് നമ്മളുടെ ഹൈക്രോസ്. അത് മൈലേജിന്റെ കാര്യത്തിലാണെങ്കിലും കംഫർട്ടിന്റെ കാര്യത്തിലാണെങ്കിലും കൺവീനിയൻസിന്റെ കാര്യത്തിലാണെങ്കിലും ക്രിസ്റ്റനേക്കാളും ഒരു ഫാർ ബെറ്റർ ആയിട്ടുള്ള ഒരു വാഹനം തന്നെയാണ് നമ്മുടെ ഹൈക്രോസ്. അപ്പോൾ ഈ വേരിയന്റിന്റെ എക്സ്റ്റീരിയർ എന്നുള്ള ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഫ്രണ്ടിൽ നിന്നുള്ള ലുക്കൊക്കെ നോക്കുകയാണെങ്കിൽ ടോപ്പ് എൻഡിന്റെ ഓൾമോസ്റ്റ് സിമിലർ ലുക്കാണ്. പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും തന്നെ ഇല്ല. കാര്യം പനോറമിക് സൺറൂഫ് പോലുള്ള ഫീച്ചേഴ്സ് നമുക്ക് ഈ VX വേരിയന്റ് തൊട്ടേ അവൈലബിൾ ആണ്. പിന്നെ 360 ക്യാമറയൊക്കെയും ഈ ഒരു വേരിയന്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വേരിയന്റിന്റെ മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ, ഫ്രണ്ടിലെ ഗ്രില്ല് എല്ലാ വേരിയന്റുകളിലും സിമിലർ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഒരു ഗൺ മെറ്റൽ ഫിനിഷിലാണ് വരുന്നത്. അതിന്റെ നടുക്ക വലിയ ടൊയോട്ട ലോഗോ കാണാം. താഴെ 360 ക്യാമറ വരുന്നുണ്ട്. ഫ്രണ്ട് ക്യാമറ ലെൻസ് കൊടുത്തിരിക്കുന്നു. ആ ഒരു ഗ്രില്ലിന് ചുറ്റും നമുക്ക് താഴെ പോർഷനിൽ ഒരു ക്രോം ഇൻസേർട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. എന്താണെങ്കിലും ഒരു പ്രീമിയം ടച്ച് തരുന്നതിന്റെ ഭാഗമായിട്ടാണ്. ഹെഡ്ലൈറ്റിലേക്ക് വന്നാൽ ഫുൾ LED ഹെഡ്ലൈറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. 3 സ്ലോട്ടായിട്ട് ഹെഡ്ലൈറ്റ് യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിനകത്ത് നമുക്ക് ആ ഒരു ക്രോം ഇൻസേർട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. അതിനോട് ചേർന്ന് നമുക്ക് ഇവിടെ ഒരു DRL കാണാം. അതിന് ടോപ്പിലായിട്ട് നമുക്ക് ഹാലജനായിട്ടാണ് ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു പോർഷൻസിൽ ഒരു ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ ഇവിടെ നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാനായിട്ട് പറ്റും. ഫ്രണ്ടിൽ പാർക്കിംഗ് സെൻസേഴ്സ് വരുന്നുണ്ട്. അത് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാം. ഈ പോർഷനിൽ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് LED പ്രൊജക്റ്റഡ് ഫോഗ് ലൈറ്റുകൾ കാണാം. ഈ ഒരു വേരിയന്റ് ഓൺവേർഡ്സ് ആണ് ഫോഗ് ലൈറ്റ് വരുന്നത്. ഫ്രണ്ടിൽ 4 പാർക്കിംഗ് സെൻസേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഈ ഒരു ബമ്പറിന്റെ പോർഷൻസിൽ സ്റ്റിറ്റ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന രീതിയിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 185 mm ആണ് ഹൈക്രോസിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അപ്പോൾ ഇതാണ് ഫ്രണ്ടിൽ നിന്നുള്ള ഒരു ലുക്ക്. ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പമുള്ളൊരു വലിയ വാഹനമായിട്ട് ഹൈക്രോസ് നമുക്ക് ഫീൽ ചെയ്യും. അത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഈ വാഹനത്തിന്റെ വശങ്ങളിലേക്ക് വരണം. അതായത് നമ്മുടെ ഇന്നോവ ക്രിസ്റ്റേനേക്കാളും വലിപ്പമുള്ള വലിയൊരു വാഹനമാണ് നമ്മളുടെ ഹൈക്രോസ്. ഇത് 4755 mm ആണ് ഈ വാഹനത്തിന്റെ ഓവറോൾ ലെങ്ത് വരുന്നത്. അതായത് ഏകദേശം 5 മീറ്ററിന് അടുത്ത് ലെങ്ത് ഉള്ള ഒരു വാഹനമാണ് ഹൈക്രോസ്. ഇപ്പോൾ ക്രിസ്റ്റയായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ 4735 ക്രിസ്റ്റ വരുന്നുള്ളൂ. അതിലുപരി ഇതിന്റെ വീൽ ബേസ് ആണ് ഹൈലൈറ്റ്. കാരണം 2850 mm ആണ് വീൽ ബേസ്. ക്രിസ്റ്റയ്ക്ക് 2750 ഉള്ളൂ. അതിനെ ക്രിസ്റ്റനേക്കാളും 100 mm വീൽ ബേസ് ഹൈക്രോസിന് കൂടുതലുണ്ട്. അപ്പോൾ അത്രയ്ക്ക് അധികം ഇന്റീരിയർ സ്പേസ് നമുക്ക് ഈ വാഹനത്തിൽ ലഭിക്കും. ഇനി മറ്റ് ഫീച്ചേഴ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടയർ സൈസ് 17 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 215/60R17 ആണ് ടയർ സൈസ്. എനിക്കൊന്ന് ടോപ്പ് എൻഡിലേക്ക് പോകുമ്പോൾ 18 ഇഞ്ച് വീൽസ് ആണ്. സിൽവർ ഫിനിഷിൽ അലോയ് വീൽസ് കൊടുത്തിരിക്കുന്നു. V വേരിയന്റിലും സിമിലർ അലോയ്സ് ആണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകളാണ് ഹൈബ്രിഡിൽ കൊടുത്തിരിക്കുന്നത്. കാണാൻ ഭംഗിയുള്ള ഒരു അലോയ് വീൽസ്. പലരും ഇത് ബ്ലാക്ക് കളറിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് കാണാറുണ്ട്. വശങ്ങളിൽ വേറെ ക്ലാഡിങ്ങോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് വൃത്തികേടില്ലെന്ന് തന്നെ പറയാം. ക്ലാഡിംഗ് ഒക്കെ കൊടുത്ത് വൃത്തികേടാക്കാറുണ്ട്. എന്നാൽ ഈ വാഹനത്തിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഹൈബ്രിഡ് ആയതുകൊണ്ട് HEV എന്ന് പറഞ്ഞ ബാഡ്ജിങ് കാണാം. മിറേഴ്സിൽ LED ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. 360 ക്യാമറ കാണാനായിട്ട് പറ്റും. ഈ വാഹനത്തിൽ റിക്കോ സെൻസർ ഒന്നും തന്നെ വരുന്നില്ല. നമ്മൾ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവുന്ന ഫീച്ചറാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് കീ വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷനോട് ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള കീ കൊടുത്തിരിക്കുന്നു. വിൻഡോ ക്രോം കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. വിൻഡോ ക്രോം എല്ലാം നമുക്ക് ടോപ്പ് എൻഡ് വേരിയന്റുകളിലാണ് ലഭിക്കുന്നത്. പ്ലെയിൻ ഗ്ലാസുകളാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് റൂഫ് റെയിൽസ് ഒരു വേരിയന്റിലും വരുന്നില്ല. വേണമെങ്കിൽ നമുക്ക് ഷോറൂമിൽ നിന്ന് പുറത്തുനിന്ന് ആക്സസറി ആയിട്ട് ചെയ്യാം. ഈ വേരിയന്റ് ഓൺവേർഡ്സ് നമുക്കൊരു പനോറമിക് സൺറൂഫ് കാണാം. ബാക്കിൽ ഷാർഫിൻ ആന്റിന കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. വശങ്ങളിൽ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനമാണെന്ന്. സെഗ്മെന്റിലെ ഏറ്റവും വലിപ്പമുള്ള സെക്കൻഡ് ഡോറുകൾ അതായത് വരുന്നതും ഈ ഒരു വാഹനത്തിൽ തന്നെയാണ്. മാസീവായിട്ടുള്ള സെക്കൻഡ് ഡോറുകൾ എന്ന് പറയാം. അതുകൊണ്ട് കയറി ഇറങ്ങാനൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഈവൻ ക്വാർട്ടർ ഗ്ലാസ് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ C പില്ലറും B പില്ലറും എല്ലാം നമുക്ക് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്.
അപ്പോൾ ഇതാണ് വശങ്ങളിൽ നിന്നുള്ളൊരു ലുക്ക്. ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു വേരിയൻ്റ് എല്ലാ വേരിയൻറ്റുകളുടെയും ലുക്ക് ഓൾമോസ്റ്റ് സിമിലർ ആണെന്ന് പറയേണ്ടി വരും. കാരണം ബേസ് വേരിയൻ്റ് ഓൺവേർഡ്സ് ബാക്കിൽ വൈപ്പർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഡിസൈൻ തന്നെ ബാക്കിൽ സ്പോയിലർ പോലെ തോന്നിക്കുന്ന രീതിയിലാണ്. അതിൻ്റെ താഴത്തെ പോർഷൻസിലെല്ലാം ഒരു ബ്ലാക്ക് ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ വശങ്ങളിൽ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയെല്ലാം നമുക്കൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് വരുന്നത്. ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ് കാണാം. വാഷർ ആൻഡ് വൈപ്പർ ആൻഡ് ഡീഫോഗറോട് കൂടിയ ബാക്ക് ഗ്ലാസുകളാണ്. നടുക്ക് ടൊയോട്ടയുടെ ലോഗോ. ഇവിടെ ആ ഒരു ഗ്ലോസിൻ്റെ താഴെ നമുക്കൊരു ക്രോം ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നത് കാണാം. ടെയിൽ ലൈറ്റ് LED ആയിട്ട് കൊടുത്തിരിക്കുന്നു. സ്റ്റോപ്പ് ലൈറ്റ്, ഇൻഡിക്കേറ്റേഴ്സും റിവേഴ്സ് ലൈറ്റും ഹാലജനായിട്ടാണ് വരുന്നത്. രണ്ട് വശം നമുക്ക് റിവേഴ്സ് ലൈറ്റ് കാണാനായിട്ട് പറ്റും. റിവേഴ്സ് ക്യാമറ ഇവിടെ മൗണ്ട് ചെയ്തിരിക്കുന്നു. ടൊയോട്ടയുടെ ലോഗോ. VX ഹൈബ്രിഡ് എന്ന് പറയുന്ന ഒരു ബാഡ്ജിങ് കാണാം. ഇന്നോവ ഹൈക്രോസ് എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ശരിക്കും ഇതിന് ഇന്നോവ എന്ന് പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ശരിക്കും ഹൈക്രോസ് എന്നുള്ള രീതിയിൽ തന്നെ വന്നാൽ മതിയായിരുന്നു. കാര്യം ഇന്നോവയായിട്ട് പ്രത്യേകിച്ച് ഒരു ലുക്കും അല്ലെങ്കിൽ ഒരു സിമിലാരിറ്റിയും ഈ വാഹനത്തിന് ശരിക്കും വരുന്നില്ല. താഴെ നമുക്ക് ബമ്പറിൻ്റെ പോർഷൻ കാണാം. അതെല്ലാം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ റിഫ്ലക്റ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ഫ്രണ്ടിൽ കണ്ട അതേ രീതിയിൽ തന്നെ നമുക്ക് ഇവിടെ ഒരു ഡിസൈൻ എലമെൻറ്റ് കാണാം. ബാക്കിലേക്ക് 4 പാർക്കിംഗ് സെൻസേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഒരു ലുക്ക്. നമുക്ക് സ്പെയർ വീല് ഈ വാഹനത്തിൻ്റെ അടിയിലായിട്ടാണ് മൗണ്ട് ചെയ്തിരിക്കുന്നത്. സെയിം സൈസായിട്ടുള്ള വീലുകൾ തന്നെയാണ് സ്പെയർ വീലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബൂട്ടൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ബൂട്ട് ഓപ്പണിംഗ് ആണ് വരുന്നത്. ഇപ്പോൾ ഈ 3 റോയും നിവർത്തി വെച്ചിരിക്കുകയാണ് എങ്കിൽ, അതായത് ഈ റോയും കൂടി നമ്മളിങ്ങനെ നിവർത്തി വെക്കുകയാണ് എങ്കിൽ നമുക്ക് വരുന്ന ബൂട്ട് സ്പേസ് 300 ലിറ്ററാണ്. അത്യാവശ്യം ഒരു 3 സൂട്ട് കേസ് കാര്യങ്ങളൊക്കെ ഈസിലി ക്യാരി ചെയ്യാനായിട്ട് പറ്റും. ഇവിടെയും അത്യാവശ്യം ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് വരുന്നുണ്ട്. ഇപ്പോൾ സെൻറ്റർ പാസഞ്ചറിനും ഹെഡ് റെസ്റ്റ് വരുന്നുണ്ട്. ആ ഹെഡ് റെസ്റ്റാണ് നിങ്ങളിവിടെ കാണാനായിട്ട് പറ്റുക. ബാക്കിലേക്ക് ബൂട്ട് ലൈറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇതൊരു പക്ക 7 സീറ്റർ എന്ന് നമുക്ക് 100% പറയാം. ഈ സീറ്റ് നമുക്ക് ഒരു സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഇങ്ങനെ ഫോൾഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ സീറ്റ് ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ, ഈ 2 സീറ്റും ഫോൾഡ് ചെയ്യുകയാണ് എങ്കിൽ 900 ലിറ്ററാണ് എൻ്റെ ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അല്ല, 991 ലിറ്റർ, നിയർ ബൈ 1000 ലിറ്ററാണ് ബൂട്ടിൻ്റെ കപ്പാസിറ്റി വരുന്നത്. ആ ഒരു സീറ്റ് കൂടി ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇതിനകത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോൾ തേർഡ് റോ പാസഞ്ചേഴ്സിനും ഒരു ടൈപ്സ് നമ്മുടെ 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാം. ടോപ്പിലായിട്ട് ഫിക്സഡ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിലാണ് വരുന്നത്. ഇവിടെയായിട്ടാണ് നമുക്ക് ടോപ്പ് പാസഞ്ചേഴ്സിനുള്ള AC വെൻസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് തേർഡ് റോയുടെ കംഫർട്ട് കാര്യങ്ങൾ. ഇനി നമുക്ക് വാഹനത്തിൻ്റെ ഇൻറ്റീരിയറിൽ നിന്നുള്ള ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്ന് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ വാഹനത്തിന് അടുത്തേക്ക് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അൺലോക്ക് ആവുന്ന രീതിയിലാണ് സെൻസേഴ്സ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു പ്രീമിയം ലുക്കിംഗ് ഇൻറ്റീരിയറിന് പറയേണ്ടി വരും. ഇപ്പോൾ ഡോർ പാഡിലേക്ക് വന്നാൽ നമുക്ക് ഇവിടെ എല്ലാം ഒരു ബ്രൗൺ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. ഈ താഴത്ത് നമുക്ക് ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് കാര്യങ്ങൾ കാണാം. ഒരു സിൽവർ ഫിനിഷ് കൊടുത്തിരിക്കുന്നു. 4 ഡോർ പവർ വിൻഡോൻ്റെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക്, മിറർ കൺട്രോൾ ചെയ്യാനും ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നു. വാഹനം ലോക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ ഫോൾഡിംഗ് മിറേഴ്സ് ആണ് വരുന്നത്. ഡോർ ഹാൻഡിൽസ് കാണാം. സ്പീക്കർ ഗില്ല് കൊടുത്തിരിക്കുന്നു. ബോട്ടിൽ ഹോൾഡേഴ്സ് കാണാനായിട്ട് പറ്റും. അത്യാവശ്യം നല്ല വലിപ്പമുള്ള വലിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫാബ്രിക് സീറ്റുകൾ, ലെതർ സീറ്റുകളൊന്നും ഈ വേരിയൻറ്റിൽ വരുന്നില്ല. നമുക്ക് മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സീറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ആണ്. ഹൈക്രോസ് എല്ലാം ഓട്ടോമാറ്റിക് ആണ് വരുന്നത്. ഹൈക്രോസിൽ മാനുവൽ വരുന്നില്ല. നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ഡെഡ് പെല്ല ഇവിടെ കാണാനായിട്ട് പറ്റും. ഹെഡ് ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഈ സെൻറ്റർ കൺസോളിലും നമുക്ക് സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് വരുന്നത്. AC വെൻസിറ്റുകളെല്ലാം നമുക്കൊരു സിൽവർ ഫിനിഷ് കാണാം. ഹൈക്രോസിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള വലിയ വാഹനത്തിലാണ് ഇരിക്കുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്ര പ്രീമിയം ഇൻറ്റീരിയർ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഉള്ളത് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്ക് സോഫ്റ്റ് ടച്ച് കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ നമുക്കൊരു സിൽവർ ലൈൻ കാണാം. ബാക്കി പ്ലാസ്റ്റിക്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ് വരുന്നത്. ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെതർ റാബ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീല് കൊടുത്തിട്ടുണ്ട്. മൾട്ടി ഫംഗ്ഷനലാണ്. നമുക്ക് റൗണ്ടഡ് ആണ്, ഫ്ലാറ്റ് ബോട്ടം ഒന്നുമില്ല. താഴെ ഒരു സിൽവർ ഫിനിഷ് കാണാം. ഇടതുവശത്തായിട്ട് ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻസും വലതുവശത്ത് ക്രൂസ് കൺട്രോളിൻ്റെ ഓപ്ഷൻസുമാണ് വരുന്നത്. താഴെയാണ് നമുക്ക് മ്യൂസിക്കിൻ്റെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ബാക്കിൽ പാഡൽ ഷിഫ്റ്റേഴ്സ് കാണാം. ഇടതുവശത്തായിട്ട് വൈപ്പറിൻ്റെ കൺട്രോൾസും വലതുവശത്ത് ഹെഡ്ലൈറ്റിൻ്റെ കൺട്രോൾസും കാണാം. ഇവിടെയായിട്ടാണ് നമുക്ക് നമ്മുടെ പുഷ് ബട്ടൺ സ്റ്റാർട്ടിൻ്റെ ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് വീല് ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക് ഓപ്ഷനോട് കൂടിയ സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം സ്റ്റാർട്ടിംഗ് പൊസിഷനിലാണ്. വളരെ ലൈറ്റായിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. ഇപ്പോൾ നമ്മൾ ഇത്ര വലിപ്പമുള്ള വാഹനമാണെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനവുമാണ് നമ്മളുടെ ഹൈക്രോസ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 7 ഇഞ്ചിൻ്റെ സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിന് സ്പീഡോമീറ്റർ അതിനകത്ത് തന്നെ കൊടുത്തിരിക്കുന്നു. നമുക്ക് വശങ്ങളിലായിട്ട് ഇവിടെ ഒരു ചാർജിങ് ഇക്കോമീറ്റർ അത് അനലോഗായിട്ട് കൊടുത്തിരിക്കുന്നു. ഫ്യൂവൽ ഗേജ്, എഞ്ചിൻ ടെമ്പറേച്ചറും അനലോഗായിട്ടാണ് വരുന്നത്. അതിനകത്ത്
എ ട്രിപ്പ് ബി, അതായത് ട്രിപ്പ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ആ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൽ തന്നെയാണ് ഒരു നീഡിൽ കൊടുത്തിരിക്കുന്നത്. മറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് ഈ സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉപയോഗിച്ച് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് ലൈറ്റ് ഫങ്ഷന് കാര്യങ്ങൾ, ട്രിപ്പ് എ ട്രിപ്പ് ബി, പിന്നെ ഫ്യൂവൽ എഫിഷ്യൻസി, ടോട്ടൽ ആവറേജ്, അങ്ങനത്തെ എല്ലാ ഇൻഫർമേഷനും ഈ ക്ലസ്റ്റർ യൂണിറ്റിലെ കൺട്രോൾസ് ഉപയോഗിച്ച് സ്റ്റിയറിംഗ് വീലിലെ കൺട്രോൾസ് ഉപയോഗിച്ച് നമുക്ക് ടോഗിൾ ചെയ്യാനായിട്ട് പറ്റും. ഒത്തിരി ആർഭാടമൊന്നും പറയാൻ പറ്റില്ല, ഡീസൻറ്റ് ഇനഫ് ആയിട്ടുള്ളൊരു ക്ലസ്റ്റർ യൂണിറ്റിനെ നമുക്ക് പറയാനായിട്ട് പറ്റുള്ളൂ. സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ 10 ഇഞ്ചിൻ്റെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീനാണ്. ഈ ഒരു VX വേരിയൻറ്റോട്ടാണ് 10 ഇഞ്ചിൻ്റെ സ്ക്രീൻ വരുന്നത്. അതിനകത്ത് ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ടാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അത്യാവശ്യം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഹോം ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഇൻ്റർഫേസ് കാണാനായിട്ട് പറ്റും. വളരെ ബേസിക് ആയിട്ട് തോന്നുന്ന രീതിയിലാണ് ഇൻ്റർഫേസ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ആൻഡ്രോയിഡ് ഓട്ടോ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു ടാബ് പോലെ നമുക്ക് ഐക്കൺസ് കാര്യങ്ങൾ വരും, അത് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തായാലും ഡീസൻറ്റ് ഇനഫ് ക്ലാരിറ്റി എന്നേ പറയാൻ പറ്റുള്ളൂ. ഈവൻ നമ്മൾ റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 360 ക്യാമറ കിട്ടും. അതും ഒരു ഡീസൻറ്റ് ക്ലാരിറ്റി ഉള്ള 360 ക്യാമറ എന്നേ പറയാൻ പറ്റുള്ളൂ. ഓവർ ക്ലാരിറ്റി കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് ലഭിക്കുന്നില്ല. ഇതിനകത്ത് ഇപ്പോൾ വരുന്നത് 4 സ്പീക്കറും 2 ടൂട്ടോടും കൂടി മ്യൂസിക് സിസ്റ്റമാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ JBLൻ്റെ 9 സ്പീക്കർ മ്യൂസിക് സിസ്റ്റത്തിലേക്ക് ഷോറൂമിൽ നിന്ന് തന്നെ അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ വരുന്നത്. അതിന് താഴെ നമുക്ക് AC-യുടെ കൺട്രോൾസ് കൊടുത്തിരിക്കുന്നു. ഇവിടെയെല്ലാം നമുക്ക് സിൽവർ ഫിനിഷ് കാണാം. ഈ സെൻറ്റർ കൺസോൾ മൊത്തം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലാണ് വരുന്നത്. നമുക്ക് ഇതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒരു ക്യാമറ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളാണ്. അതിൻ്റെ ഒരു കൺട്രോൾസ് കാര്യങ്ങൾ അത്യാവശ്യം റീഡബിൾ ആവുന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ബട്ടണുകൾ താഴെ കാണാം. നമ്മളുടെ ഈ CVT ഗിയർ ലിവർ കാണാം. അതിനകത്ത് ആ ഒരു ഇൻഡിക്കേഷൻസ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ ഓട്ടോ പാർക്ക് ബ്രേക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ഓട്ടോ ഹോൾഡിൻ്റെ ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഡ്രൈവ് മോഡുകൾ നമുക്ക് പവർ, ഈക്കോ, സിറ്റി, അങ്ങനെ 3 ഡ്രൈവ് മോഡുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെ EV മോഡിൻ്റെ ഒരു ഓപ്ഷൻ കാണാനായിട്ട് പറ്റും. ട്രാക്ഷൻ കൺട്രോൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്ക് ഒരു USB Type C ചാർജിങ് പോർട്ടും ഒരു USB കണക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുമാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയെല്ലാം നമുക്ക് സ്റ്റോറേജ് സ്പേസ് കാണാം. നല്ല വലിപ്പമുള്ള ഒരു സെൻറ്റർ ആംറെസ്റ്റ്, അതിനകത്ത് ഡീപ്പായിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. പക്ഷേ കൂൾഡ് സ്റ്റോറേജ് കാര്യങ്ങളൊന്നുമല്ല വരുന്നത്. നമുക്ക് നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കാണും. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നത്. ക്വാർട്ടർ റിവേഴ്സുകൾ, സൺവൈസസ് വിത്ത് മിറർ ആൻഡ് ലൈറ്റോട് കൂടിയാണ് വരുന്നത്. നമുക്ക് മാനുവൽ ഓട്ടോ ഡിമ്മിങ്ങുള്ള IR/VMs ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് നമ്മുടെ സൺറൂഫ് കാണാം. സൺറൂഫ് സിംഗിൾ ക്ലിക്കിൽ തന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ ഫുൾ ബട്ടൺ കാര്യങ്ങൾ നമുക്ക് ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് റീഡിംഗ് ലൈറ്റുകൾ വരുന്നുണ്ട്. അത് ഹാലജനായിട്ടാണ് വരുന്നത്. ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് ലൈറ്റ് ആൻഡ് മിററോട് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സെൻറ്റർ കൺസോളിൽ ഇവിടെ ആയിട്ടാണ് നമുക്ക് ക്വാർട്ടർ ഇവിടെയാണ് 12 വോൾട്ടിൻ്റെ ചാർജിങ് പോർട്ട് കൊടുത്തിരിക്കുന്നത്. ഇവിടെ സ്റ്റോറേജ് സ്പേസ് പോലെ തോന്നിക്കുന്നു. ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ ഡീസൻറ്റ് സൈസ് ആയിട്ടുള്ള ഒരു ഗ്ലോ ബോക്സ് ആണ്. അതിനകത്ത് കൂൾഡ് ഫീച്ചർ കാര്യങ്ങളൊന്നും തന്നെ ഈ വേരിയൻറ്റിൽ കാണാനില്ല. അപ്പോൾ ഇതാണ് ഹൈക്രോസിൻ്റെ ഇൻറ്റീരിയർ. ഈ സെഗ്മെൻറ്റിലെ വാഹനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫീച്ചേഴ്സ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രൈസ് റേഞ്ചിൽ ഫീച്ചേഴ്സ് ഇല്ലെന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്നാൽ ഉള്ളത് നല്ല ഡീസൻറ്റ് ഇനഫായിട്ട് കൊടുത്തിട്ടുണ്ട്. സെക്കൻഡ് റോ സീറ്റിൻ്റെ കംഫർട്ട് നോക്കുകയാണെങ്കിൽ ഈ വാഹനം എടുക്കുന്നവരൊക്കെ അധികവും സെക്കൻഡ് റോയിൽ ഇരുന്നായിരിക്കും യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുക. അപ്പോൾ സെക്കൻഡ് റോയിലേക്ക് വരുമ്പോൾ തന്നെ അത്യാവശ്യം വലിപ്പമുള്ള മാസീവായിട്ടുള്ള വലിയ ഡോറുകളാണ്. അതൊരു 70 ഡിഗ്രി ആംഗിളിലാണ് വൈഡായിട്ട് തുറക്കുക. കയറി ഇറങ്ങാനൊക്കെ എന്നാലും ഇഷ്ടംപോലെ സ്പേസ് വരുന്നുണ്ട്. ഒരു സൺ ബ്ലൈൻഡ്സ് ഈ വേരിയൻറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈവസിയിലേക്ക് നല്ലൊരു സംഭവമാണെന്ന് തന്നെ പറയാം. താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയെല്ലാം നമുക്കൊരു സോഫ്റ്റ് ടച്ച് ലെതർ ഫിനിഷ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇവിടെ അകത്തെല്ലാം നമുക്ക് ഒരു സിൽവർ ഫിനിഷ് കാണാം. ഡോർ ഹാൻഡിൽസ് ഒരു ക്രോം ഫിനിഷിലാണ്. സ്പീക്കർ ഗില്ല് കാണാം. ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. നമുക്ക് ബാക്കിലെ AC വെൻസ് കൺട്രോൾ ചെയ്യാനുള്ള ഒരു ബട്ടൺ ഇവിടെ കാണാം. ഓട്ടോ AC, അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യം കൺട്രോൾ ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഫാൻ സ്പീഡ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്യാൻ താഴെ 2 Type C ചാർജിങ് പോർട്ടുകളാണ് വരുന്നത്. മാസീവായിട്ടുള്ള സ്പേസ് എന്ന് തന്നെ പറയാം. ഇഷ്ടം പോലെ സ്പേസാണ് സെക്കൻഡ് റോ സീറ്റിൽ കൊടുത്തിരിക്കുന്നത്. നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ ക്യാപ്റ്റൻ സീറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമുക്ക് 2 കപ്പ് ഹോൾഡേഴ്സും കാണാം. ഇത് ആവശ്യമില്ല എങ്കിൽ നമുക്കിങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനോട് കൂടിയാണ് അത് കൊടുത്തിരിക്കുന്നത്. നമുക്ക് തേർഡ് റോയിലേക്ക് ഈസിലി പാസ് ചെയ്യാനായിട്ട് പറ്റും. ഈ 2 സീറ്റുകളും സിംഗിൾ ഫ്ലിപ്പിൽ തന്നെ ഫോൾഡ് ചെയ്താലും നമുക്ക് തേർഡ് റോയിലേക്ക് പാസ് ചെയ്യാം. നമ്മളിപ്പോൾ ഈ ഒരു സെക്കൻഡ് റോ സീറ്റിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ ഇൻറ്റീരിയർ സ്പേസ് എന്തോരം ഉണ്ടെന്ന്. മാസീവായിട്ടുള്ള സ്പേസ് എന്ന് പറയേണ്ടി വരും. ഇത് ഇത്രയും സ്പേസ് ഉള്ള ഒരു വാഹനം ഈ സെഗ്മെൻറ്റിൽ അവൈലബിൾ അല്ലെന്ന് പറയാം. ഇവിടെ നമുക്കൊരു 4 kg ഹോൾഡ് ചെയ്യാനുള്ള ഹുക്ക് കാര്യങ്ങൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. സീറ്റിൻ്റെ ബാക്കിൽ സീറ്റ് പോക്കറ്റ്സ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നു.
തേർഡ് റോ സീറ്റ് നോക്കുകയാണെങ്കിൽ നല്ല കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുന്ന വലിപ്പമുള്ള വലിയ സീറ്റുകളാണ്. ഈ സീറ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ തേർഡ് റോ സീറ്റിൽ 3 പേർക്ക് സുഖമായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. തേർഡ് റോയിലേക്കും സെക്കൻഡ് റോയിലേക്കും ഇൻഡിവിജ്വൽ AC വെൻസ് കാര്യങ്ങൾ വരുന്നുണ്ട്. സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കാണാം. റീഡിംഗ് ലൈറ്റുകൾ ഹാലജനായിട്ടാണ് വരുന്നത്. വലിപ്പമുള്ള ഒരു പനോറമിക് സൺറൂഫ്, അതിനകത്ത് ആംബിയൻ ലൈറ്റ് കാര്യങ്ങളും വരുന്നുണ്ട്. ശരിക്കും ഒരു വളരെ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റീരിയർ ആണ് ശരിക്കും ഹൈക്രോസിൽ വരുന്നത്. ഹെഡ്റൂം നോക്കുകയാണെങ്കിൽ നമുക്ക് നിവർന്നിരുന്നാൽ പോലും ഏകദേശം ഒരു 7 സെന്റിമീറ്റർ ഹെഡ്റൂം ബാലൻസ് കാണാം. വളരെ വൈഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. ഇതിനിപ്പോൾ 8 സീറ്റർ എടുത്താലും നമുക്ക് ഈ ഒരു റോയിൽ 3 പേർക്ക് സുഖമായിട്ട് കംഫർട്ടായിട്ടിരുന്ന് യാത്ര ചെയ്യാനായിട്ട് പറ്റും. ഈ സൈഡിലൊരു ലിവർ നമ്മളിങ്ങനെ പുള്ള് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വാഹനം ഈ സീറ്റ് നമുക്ക് ഫ്രണ്ട് ആൻഡ് ബാക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ സ്ലാൻഡിങ് പൊസിഷനും അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഏകദേശം കിടന്ന് ഉറങ്ങിപ്പോകുന്ന ഒരു പൊസിഷനിലേക്ക് വരെ ഇതിൻ്റെ സീറ്റ് സ്റ്റാൻഡിങ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇത്രയും കംഫർട്ട് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ ലഭിക്കുന്നത് കൊണ്ടാണെന്ന് തോന്നുന്നു നമ്മളുടെ മിനിസ്റ്റേഴ്സ് മറ്റെല്ലാവരും ഈ ഒരു വാഹനത്തിലേക്ക് മാറാനായിട്ടുള്ള പ്രധാന റീസൺ. ഹൈക്രോസിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സിലേക്ക് വന്നാൽ ഭാരത് എൻക്യാപ്പിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനമാണ്. 6 എയർ ബാഗ് സ്റ്റാൻഡേർഡാണ്. ABS, CBD, ട്രാക്ഷൻ കൺട്രോൾ, ഹിൽ ഹോൾഡ് പോലെയുള്ള സേഫ്റ്റി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ടോപ്പ് എൻഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ അഡാസിൻ്റെ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് ലഭിക്കും. എഞ്ചിൻ ആൻഡ് ഗിയർ ബോക്സ് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഹൈക്രോസ് നമുക്ക് 2 ഓപ്ഷനിൽ അവൈലബിൾ ആണ്. ഒന്ന് ഒരു 2 ലിറ്റർ NA പെട്രോൾ എഞ്ചിൻ 173 HP പവറും 209 Nm ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന ഡീസൻറ്റ് പവർഫുൾ ആയിട്ടുള്ള ഒരു പെട്രോൾ എഞ്ചിൻ എന്ന് പറയാം. അത് CVT ഗിയർ ബോക്സായിട്ടാണ് പെയർ ചെയ്തിരിക്കുന്നത്. ഹൈക്രോസിൽ ഒരു വേരിയൻറ്റിൽ പോലും നമുക്ക് മാനുവൽ അവൈലബിൾ അല്ല, ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. അതിൻ്റെ മൈലേജ് ARI സർട്ടിഫൈ ചെയ്യുന്നത് 16.13 ഒക്കെയാണ്. റിയൽ ലൈഫിലൊരു 10നും 12നും ഇടയ്ക്ക് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. ഇപ്പോൾ പലരും ചോദിക്കാറുണ്ട് കരിമ്പിൻ ജ്യൂസിൽ ഓടുമെന്ന്. യെസ്, E20 കോമ്പറ്റബിൾ ആണ്, അപ്പോൾ കരിമ്പിൻ ജ്യൂസിൽ ഓടും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. മൈലേജ് ഒരു 10നും 12നും ഇടയ്ക്ക് നമ്മൾ പെട്രോൾ വാഹനത്തിൽ എക്സ്പെക്റ്റ് ചെയ്താൽ മതി. പിന്നെ വരുന്നത് നമ്മളുടെ ഹൈബ്രിഡാണ്. അത് 2 ലിറ്റർ ഹൈബ്രിഡ് എൻജിൻ എന്ന് തന്നെ പറയേണ്ടി വരും. 183 HP ആണ് പവർ വരുന്നത്. അത് എൻജിൻ പവർ നോക്കുകയാണെങ്കിൽ നമുക്ക് 150 HP പവറും 188 Nm ടോർക്കാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. മോട്ടോർ പവർ നോക്കുകയാണെങ്കിൽ 111.4 HP പവറും 206 Nm ടോർക്കുമാണ്. പക്ഷേ കമ്പൈൻ പവർ 183 ആണ് നമുക്ക് ലഭിക്കുന്നുള്ളൂ. പക്ഷേ ആക്സലറേഷനൊക്കെ നോക്കുന്ന സമയത്ത് നമ്മുടെ നോർമൽ പെട്രോളിനേക്കാളും ഹൈബ്രിഡാണ് ഒരു കുറച്ചും കൂടി ആക്സലറേഷൻ പവറൊക്കെ നമുക്ക് കൂടുതൽ ലഭിക്കുക. കാര്യം ആ കമ്പൈൻ മോട്ടോർ ആൻഡ് പവർ ലഭിക്കുമ്പോൾ നമുക്ക് ഒരു ക്വിക്ക് ആക്സലറേഷൻ കാര്യങ്ങൾ അതിനകത്ത് ലഭിക്കും. ഈ CVT ടെക്നോളജിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. മൈലേജാണ് ഹൈലൈറ്റ്. കമ്പനി 23.12 മൈലേജ് പറയുന്നത്. റിയൽ ലൈഫിലൊരു സിറ്റിയിൽ പക്ക സിറ്റി ഓട്ടാണെങ്കിൽ 16നും 17നും ഇടയ്ക്ക് മൈലേജും, ലോങ് ഒക്കെ പോകുമ്പോൾ 20-22 വരെയൊക്കെ മൈലേജ് ഇത്രയും വലിപ്പമുള്ള ഈ വലിയ വാഹനം നിങ്ങൾക്ക് തരും. അതാണ് ഈ ഒരു ഹൈബ്രിഡിൻ്റെ അഡ്വാൻറ്റേജ്. ഹൈക്രോസിൻ്റെ അപ്ഡേറ്റഡ് ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ പ്രൈസിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. റെഗുലർ വ്യൂസാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും എന്തെങ്കിലും കമൻറ്റ് രേഖപ്പെടുത്താനും മറക്കരുത്. നമുക്ക് ടാക്സി വേരിയൻറ്റിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ടാക്സി വേരിയൻറ്റ് G വേരിയൻറ്റിലാണ് ടാക്സി വരുന്നത്. അതിൻ്റെ 23,66,000 രൂപയാണ് അതിൻ്റെ 7 സീറ്ററിന് കോസ്റ്റ് വരുന്നത്. 8 സീറ്റർ ആണെങ്കിൽ 20,79 വരുന്നത്. അപ്പോൾ ടാക്സി സെഗ്മെൻറ്റിൽ കൂടുതൽ ആളുകൾ 8 സീറ്റർ എടുക്കും. അപ്പോൾ 20,79,000 രൂപയ്ക്ക് ഇതിൻ്റെ G ടാക്സി വേരിയൻറ്റ് നിങ്ങൾക്ക് ഓൺ റോഡ് ഇറക്കാം. പിന്നെ വരുന്ന വേരിയൻറ്റ് GX വേരിയൻ്റ് ആണ്. നമുക്കിപ്പോൾ പ്രൈവറ്റായിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു വേരിയൻറ്റ്. GX വേരിയൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ 25 ലക്ഷം രൂപയാണ് GXൻ്റെ 7 സീറ്ററിന് കോസ്റ്റ് വരിക. 8 സീറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ 25,12,000 രൂപ. പിന്നെ വരുന്നത് GX ഓപ്ഷണലാണ്. ഈ പറഞ്ഞ GX ഓപ്ഷൻ പെട്രോളിൽ മാത്രമേ വരുന്നത്. മീൻസ് ഹൈബ്രിഡ് അല്ല, നോൺ ഹൈബ്രിഡ് പെട്രോൾ എഞ്ചിനാണ്. GX ഓപ്ഷണൽ വേരിയൻറ്റിന് 27,86,000 രൂപയാണ് 7 സീറ്ററിന്. 8 സീറ്ററിലേക്ക് പോയി കഴിഞ്ഞാൽ 27,69,000 രൂപ. അവിടെ 8 സീറ്ററിന് പ്രൈസ് കുറവാണ്. അതെന്താണ് അങ്ങനെ ഒരു പ്രൈസ് വന്നേക്കണമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ 27,86,000 രൂപയാണ് എൻ്റെ GX ഓപ്ഷണൽ വേരിയൻറ്റിന് പ്രൈസ് വരിക. പിന്നെ വരുന്ന വേരിയൻ്റാണ് VX വേരിയൻറ്റോട്ടാണ് നമ്മുടെ ഹൈബ്രിഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 35,36,000 രൂപയാണ് ഹൈബ്രിഡ് വേരിയൻറ്റിൻ്റെ VXന് പ്രൈസ് വരുന്നത്. VX ഓപ്ഷണൽ നമ്മളിപ്പോൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വാഹനത്തിന് പ്രൈസ് വരുന്നത് 37,90,000 രൂപയാണ്. ഇതിൻ്റെ 8 സീറ്റർ ആണെങ്കിൽ 37,97,000 രൂപ, അതായത് 38 ലക്ഷം രൂപ. നിങ്ങൾ കാണുന്ന വാഹനത്തിന് നമ്മൾ റീസെൻ്റ്ലി റിവ്യൂ ചെയ്ത നമ്മുടെ ക്രിസ്റ്റയുടെ ടോപ്പ് എൻഡിന് 26 ലക്ഷം രൂപയുടെ അടുത്ത് പ്രൈസ് വരുന്നുണ്ട്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് പക്ക വാല്യൂ ഫോർ മണി ആയിട്ടുള്ളൊരു സാധനമാണ്. കാരണം ക്രിസ്റ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ ഒന്ന് പെട്രോളാണ്,
വേറെ ഡീസലിൻ്റേതായ പ്രശ്നങ്ങളൊന്നും വരില്ല. മെയിൻ്റനൻസ് കോസ്റ്റ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. 2, ഇതൊരു ഓട്ടോമാറ്റിക്കാണ്. ക്രിസ്റ്റയിൽ ഓട്ടോമാറ്റിക് അവൈലബിൾ അല്ല. ഇത്രയും വലിപ്പമുള്ള ഇത്രയും വലിയ വാഹനം ഇനി നമ്മളുടെ ട്രാഫിക് കണ്ടീഷനിൽ കൊണ്ടു നടക്കാൻ ഓട്ടോമാറ്റിക് ആയിരിക്കും ബെസ്റ്റ്. പിന്നെ ക്യാബിൻ സ്പേസ് കൂടുതലാണ് ഈ വാഹനത്തിൽ. ക്രിസ്റ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 100 mm വീൽ ബേസ് കൂടുതലുണ്ട്. ആ 100 mm വീൽ ബേസ് നമുക്ക് ഇൻറ്റീരിയർ സ്പേസ് ആയിട്ട് ലഭിക്കുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത ഇൻറ്റീരിയർ സ്പേസാണ്. ഇപ്പോൾ സെക്കൻഡ് റോ സീറ്റിൻ്റെ ഒരു റൈഡിങ് കംഫർട്ടാണെങ്കിലും നല്ല രസമാണ്. ക്രിസ്റ്റനേക്കാളും ഒരു പടി മുകളിലാണ് നിൽക്കുക. അതുകൊണ്ടായിരിക്കാം നമ്മുടെ മിനിസ്റ്റേഴ്സ് എല്ലാം ഇപ്പോൾ ക്രിസ്റ്റ മാറ്റി ഹൈക്രോസിലേക്ക് മാറിയത്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം ആ ഒരു എന്താ പറയുക, ഒരു പ്രീമിയം ക്രിസ്റ്റയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടിയും ഒരു പ്രീമിയം ലുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ക്രിസ്റ്റ നോക്കുന്നവർ, ഇപ്പോൾ ചില ആൾക്കാരുണ്ടാവും ക്രിസ്റ്റ ആ ഒരു ഡീസൽ എഞ്ചിൻ്റെ പവർ ഇഷ്ടപ്പെടുന്ന കുറേ ആളുകൾ, അവരെ സംബന്ധിച്ച് ക്രിസ്റ്റയിലേക്ക് പോവുക. അല്ലാത്ത ആളുകൾ ഈ ഹൈക്രോസിൻ്റെ ഈ വേരിയൻറ്റും കൂടി നോക്കുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഒരു സജഷൻ. ഇനി VX ഓപ്ഷൻ്റെ പ്രൈസാണ് നമ്മൾ പറഞ്ഞത്. ZX ടോപ്പ് എൻഡ് ആ വാഹനത്തിൽ പോയിക്കുന്നത് 40,98,000 രൂപയും. ZX ഓപ്ഷണൽ എന്ന് പറഞ്ഞാണ് ഏറ്റവും ടോപ്പ് എൻഡ് വരുന്നത്. 41,79,000 രൂപയാണ് ആ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. ഇപ്പോൾ 37 ലക്ഷം രൂപയ്ക്ക് വെർത്തായിട്ടുള്ള ഫീച്ചേഴ്സ് ഇതിനകത്ത് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നോ എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ ആ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത്രയും റിലയബിൾ ആയിട്ടുള്ളൊരു വാഹനം വേറെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അത് ഹൈക്രോസ് തന്നെയായിരിക്കും ബെസ്റ്റ്. പിന്നെ എന്നോട് കുറേ ആളുകൾ ചോദിക്കാറുണ്ട്, GX ഓപ്ഷനിൽ എടുക്കണോ VX ഓപ്ഷനിൽ എടുക്കണോ, ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് സിമിലർ അല്ലേ, ഹൈബ്രിഡിൻ്റെ മാത്രമല്ലേ വ്യത്യാസമുള്ളൂ എന്ന്. നിങ്ങൾക്ക് ഓട്ടം കുറവാണ്, ആവറേജ് ഒരു പെർ മന്ത് ഒരു 1000 കിലോമീറ്ററിന് അടുത്തൊക്കെയാണ് ഓട്ടം ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 2000 കിലോമീറ്ററാണ് പെർ മന്ത്, ഒരു ഇയർലി ഒരു 10,000 കിലോമീറ്റർ അല്ലെങ്കിൽ 15,000 കിലോമീറ്റർ ഓട്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് ബെസ്റ്റ് ഇതിൻ്റെ പെട്രോൾ തന്നെയായിരിക്കും. ഹൈബ്രിഡ് എടുക്കേണ്ട യാതൊരു ആവശ്യം വരുന്നില്ല. കാരണം ഹൈബ്രിഡും പെട്രോളും തമ്മിൽ ഏകദേശം 10 ലക്ഷം രൂപയുടെ ഡിഫറൻസ് വരുന്നുണ്ട്. ഈ 10 ലക്ഷം രൂപയുടെ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ വാഹനം ഒരു 5 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു 3 ലക്ഷം കിലോമീറ്ററെങ്കിലും ഓടിച്ചാലാണ് ആ പ്രൈസ് നിങ്ങൾക്ക്, അതായത് നിങ്ങൾ കൊടുത്ത 3 ലക്ഷം രൂപ 10 ലക്ഷം രൂപ അഡീഷണലി നിങ്ങൾക്ക് മുതലാവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹൈക്രോസ് GX ഓപ്ഷൻ പെട്രോൾ ആണെങ്കിൽ 1000 കിലോമീറ്റർ ഓടാൻ നിങ്ങൾക്ക് ഏകദേശം 10,000 രൂപയുടെ ചിലവ് വരും. ഓക്കെ, 10 കിലോമീറ്റർ അടുത്താണ് മൈലേജ് വരുന്നത്. അതിൻ്റെ ഹൈബ്രിഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 6,500 തൊട്ട് 7,000 രൂപ വരെ കോസ്റ്റ് വരും. അത് 10,000 കിലോമീറ്റർ ഓടണമെങ്കിൽ പെട്രോളിന് 1 ലക്ഷം രൂപയും ഹൈബ്രിഡിന് 65,000 തൊട്ട് 70,000 രൂപ വരെ കോസ്റ്റ് വരും. അത് 1 ലക്ഷം കിലോമീറ്റർ ഓടണമെങ്കിൽ 10 ലക്ഷം രൂപ നിങ്ങൾക്ക് പെട്രോൾ വാഹനത്തിൽ കോസ്റ്റ് വരും. ഹൈബ്രിഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ കോസ്റ്റ് വരും? ഏകദേശം 7 ലക്ഷം, 6 ലക്ഷം തൊട്ട് 7 ലക്ഷം രൂപ വരെ കോസ്റ്റ് വരും. അപ്പോൾ 1 ലക്ഷം കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങൾക്ക് പ്രൈസിലെ ഡിഫറൻസ് വരുന്നത്, അതായത് നിങ്ങൾ പെട്രോൾ അടിച്ചാൽ നിങ്ങൾക്ക് അഡീഷണലി പേ ചെയ്യേണ്ടി വരുന്നത് ഏകദേശം 3 ലക്ഷം 3.5 ലക്ഷം രൂപയുടെ അടുത്താണ്. കറക്റ്റ് അല്ലേ? എൻ്റെ കാൽക്കുലേഷൻ കറക്റ്റാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ ഒരു ബഡ്ജറ്റ് നിങ്ങൾ കൊടുക്കുന്ന 10 ലക്ഷം നിങ്ങൾക്ക് മുതലാവണമെങ്കിൽ മിനിമം ഈ വാഹനം ഒരു 3 ലക്ഷത്തിൽ കൂടുതൽ കിലോമീറ്റർ ഓടണം. എന്നാലാണ് നിങ്ങൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്ന 10 ലക്ഷത്തിന് വെർത്താവുള്ളൂ. ശരിയാണ്, ഹൈബ്രിഡിലേക്ക് വരുമ്പോൾ എഞ്ചിൻ പവർ കൂടുതലാണ്, മറ്റു കാര്യങ്ങളൊക്കെ കൂടുതലാണ്. പക്ഷേ റിയാലിറ്റി നോക്കുന്ന സമയത്ത് അതായിരിക്കും ബെസ്റ്റ്. ആ 10 ലക്ഷം രൂപ ബാങ്കിൽ ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് മാസം ഏകദേശം 7,000 രൂപ വെച്ചിട്ട് കിട്ടും. ആ 7,000 രൂപയ്ക്ക് ഇന്നത്തെ പെട്രോൾ അടിച്ചാലും ഏകദേശം 700 കിലോമീറ്റർ പെട്രോൾ വണ്ടിയിൽ ഓടാനായിട്ട് പറ്റും. അപ്പോൾ ആവറേജ് ഓട്ടോ ഉള്ള ഒരാളാണെങ്കിൽ എപ്പോഴും ബെസ്റ്റ് ഇതിൻ്റെ പെട്രോൾ ഓപ്ഷൻ തന്നെയാണ്. ലുക്ക് കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ്. ഒള്ളി ആ ഹുഡിനകത്തിരിക്കുന്ന ആ ഹൈബ്രിഡിൻ്റെ ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ. ഫോർ മോർ ഇൻഫോ ഞാൻ കൈരളി ടൊയോട്ടയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. ഹൈബ്രിഡ് എന്നല്ല, ഹൈക്രോസ് എന്നല്ല, ടൊയോട്ടയുടെ ഏത് വാഹനം ബുക്ക് ചെയ്യാനാണെങ്കിൽ എക്സിസ്റ്റിംഗ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.